നമസ്കാരം സുഹൃത്തുക്കളെ, 2M ഇൻഫോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 2M ഇൻഫോ സൊല്യൂഷൻ്റെ ലെറ്റ് മീ ലേൺ സീരീസിൽ ഇന്ന് നമ്മൾ ക്യാൻവ ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സ് 5ാമത്തെ സീരീസിൽ 5ാമത്തെ പാർട്ടായ ട്രിമ്മിങ്, ട്രാൻസ്ലേഷൻ ആൻഡ് അനിമേഷൻ, അതിൽ ടെസ്റ്റിൽ എങ്ങനെ നമ്മൾ അനിമേഷൻ ചെയ്യാമെന്നും അതുപോലെ പേജ് ട്രാൻസ്ലേഷൻ ചെയ്തതും പിന്നെ ട്രിമ്മിങ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തതും എങ്ങനെയാണെന്ന് നോക്കാം. അത് നമ്മളിപ്പോൾ ക്യാൻവ ആപ്ലിക്കേഷൻ മൊബൈലിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളൊരു ഡിസൈൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാൻവ ഓപ്പൺ ആയിട്ട് നമ്മളതിലൊരു വീഡിയോ ഡിസൈൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് അത് സെലക്ട് ചെയ്തു, ഓരോ പേജ് ഇതാണ് അതൊക്കെ സെലക്ട് ചെയ്ത് ട്രിമ്മിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്ലിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അത് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഇത്രയും പോർഷൻ വേണ്ട, അത് കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ ഈ പോർഷൻ ഇത്രയും കട്ട് ചെയ്യും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ വീണ്ടും അത് വേറെ എവിടെ വെച്ച് അങ്ങനെ കട്ട് ചെയ്യാം. വേണ്ട ലെവലെല്ലാം ലാഗിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ നമ്മളുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് ഓരോടെയും കട്ട് ചെയ്ത് അത് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കട്ടിങ്, അതായത് ട്രിമ്മിങ്, സ്പ്ലിറ്റ്, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ബാക്കിലോട്ട് അടിച്ച് കഴിഞ്ഞാൽ കട്ടായെല്ലാം ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ അടുത്തത് നമുക്ക് ട്രിമ്മിങ് കഴിഞ്ഞാൽ ട്രാൻസിഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ട്രാൻസിഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ പേജിൻ്റെ രണ്ട് ഈ പ്ലസ് എന്നത് കാണുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസിഷൻ എന്നൊരു ഇത് വരുന്നത്. അത് നമുക്ക് ഈ അടുത്ത സ്ലൈഡിലോട്ട് പോകുമ്പോൾ ഉള്ള ഓട്ടോമാറ്റിക്കായി ഇതാവുന്നതാണ് ഈ ഒരു ഡിസൈനിൽ വരും. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിത് സെലക്ട് ചെയ്യാം. അപ്പോൾ ബിറ്റ്വീൻ ആൾ പേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര പേജ് സ്ലൈഡുകൾ അതുണ്ടോ അതിലെല്ലാം ഇതുപോലെ ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് റിപ്ലൈ കൊടുത്തു, ഓരോന്നും പേജ് ഇതുപോലെ ഇങ്ങനെ വരും. ഇതാണ് ട്രാൻസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത് ഇനി അനിമേഷൻ്റെ ഇത് നോക്കാം. ഓക്കെ, അപ്പോൾ അനിമേഷൻ നമ്മൾ ഡിസൈൻ കൊടുക്കുന്നു. ലെറ്റ് മീ ലേൺ സീരീസ്, അതൊരു അനിമേഷൻ എടുത്ത് കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വേണ്ട മാതിരി കൊടുക്കാം. കൊടുക്കാം ഒരു പേജ് ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ ഓരോന്നും കൊടുത്തിട്ട് നമ്മൾ നമ്മളിത് കൊടുത്താണ് അതാണ് വരുന്നത്. നമ്മുടെ ഇതുകൊണ്ടല്ല ഡ്രിഫ്റ്റായിട്ട് പോകുന്നത്. നമ്മൾ അതുപോലെ അനിമേഷൻ കൊടുക്കണം, അത് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അനിമേഷൻ എങ്ങനെ കൊടുക്കാമെന്നുള്ളതും ട്രാൻസിഷൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ ട്രിമ്മിങ് എങ്ങനെ കട്ട് ചെയ്യാം, അത് ട്രിമ്മിങ്, സ്പ്ലിറ്റിങ്, ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള 3 വാട്സപ്പ് നമ്പറുണ്ട്, അതിലോട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. 2M ഇൻഫോ സൊല്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ പഠനത്തിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ.